ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു ധനവാന് ആര് ഉണ്ടായിരുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? എ. സ്നേഹിതൻ, ബി. ഭൃത്യൻ, സി. കാര്യസ്ഥൻ, ഡി. ദാസൻ. ഉത്തരം സി. കാര്യസ്ഥൻ. ചോദ്യം 2. യജമാനന് കാര്യസ്ഥനെപ്പറ്റി ലഭിച്ച പരാതി എന്ത്? എ. സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു, ബി. തിന്നുകുടിച്ച് ഉന്മത്തനാകുന്നു, സി. ദാസന്മാരെ അടിക്കുന്നു, ഡി. കൗശലം പ്രവർത്തിക്കുന്നു. ഉത്തരം എ. സ്വത്ത് ദുർവ്യയം ചെയ്യുന്നു. ചോദ്യം 3. യജമാനൻ കാര്യസ്ഥത എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ തന്നെ സ്വീകരിക്കേണ്ടതിന് കാര്യസ്ഥൻ വിളിച്ചു വരുത്തിയത് ആരെ? എ. സ്നേഹിതരെ, ബി. ഈ യുഗത്തിൻ്റെ മക്കളെ, സി. യജമാനനിൽ നിന്ന് കടം വാങ്ങിയവരെ, ഡി. ദാസന്മാരെയും ദാസിമാരെയും. ഉത്തരം സി. യജമാനനിൽ നിന്ന് കടം വാങ്ങിയവരെ. ചോദ്യം 4. യജമാനനിൽ നിന്ന് കടം വാങ്ങിയവരിൽ ഒന്നാമൻ കൊടുക്കാനുണ്ടായിരുന്നത് എന്ത്? എ. 100 ബത്ത് എണ്ണ, ബി. 100 കോർ ഗോതമ്പ്, സി. 50 ബത്ത് എണ്ണ, ഡി. 80 ബത്ത് എണ്ണ. ഉത്തരം എ. 100 ബത്ത് എണ്ണ. ചോദ്യം 5. 100 കോർ ഗോതമ്പ് എത്ര എന്ന് തിരുത്തി എഴുതുക എന്നാണ് കാര്യസ്ഥൻ കടക്കാരനോട് പറഞ്ഞത്? എ. 50 കോർ, ബി. 80 കോർ, സി. 70 കോർ, ഡി. 20 കോർ. ഉത്തരം ബി. 80 കോർ. ചോദ്യം 6. നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത് എന്തിന്? എ. ബുദ്ധിപൂർവം പ്രവർത്തിച്ചതിന്, ബി. കൗശലപൂർവം പ്രവർത്തിച്ചതിന്, സി. നീതി പ്രവർത്തിച്ചതിന്, ഡി. കടക്കാരെ സഹായിച്ചതിന്. ഉത്തരം ബി. കൗശലപൂർവം പ്രവർത്തിച്ചതിന്. ചോദ്യം 7. ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ആരേക്കാൾ ബുദ്ധിശാലികളാണ്? എ. പ്രകാശത്തിൻ്റെ മക്കളേക്കാൾ, ബി. വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ, സി. ഇരുട്ടിൻ്റെ മക്കളേക്കാൾ, ഡി. ലോകത്തിൻ്റെ മക്കളേക്കാൾ. ഉത്തരം ബി. വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ. ചോദ്യം 8. എങ്ങനെ നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്നാണ് പറയുന്നത്? എ. കൗശലം കൊണ്ട്, ബി. അധാർമിക സമ്പത്ത് കൊണ്ട്, സി. ബുദ്ധി കൊണ്ട്, ഡി. ദൈവഭക്തി കൊണ്ട്. ഉത്തരം ബി. അധാർമിക സമ്പത്ത് കൊണ്ട്. ചോദ്യം 9. പൂരിപ്പിക്കുക. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ ഡാഷ് ആര് നിങ്ങളെ ഏൽപ്പിക്കും? എ. ധാർമ്മിക സമ്പത്ത്, ബി. കാര്യസ്ഥത, സി. യഥാർത്ഥ ധനം, ഡി. യഥാർത്ഥ സമ്പത്ത്. ഉത്തരം സി. യഥാർത്ഥ ധനം. ചോദ്യം 10. ഒരു ഭൃത്യന് ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ലാത്തത് ആരെ? എ. 2 യജമാനന്മാരെ, ബി. ദൈവത്തെയും ധനത്തെയും, സി. ദൈവത്തെയും യജമാനനെയും, ഡി. ധനത്തെയും യജമാനനെയും. ഉത്തരം എ. 2 യജമാനന്മാരെ. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കാൻ ഓർക്കുമല്ലോ. ചോദ്യം 11. നിയമവും പ്രവാചകന്മാരും ആരുവരെ ആയിരുന്നു? എ. യോഹന്നാൻ, ബി. ഏലിയ, സി. മോശ, ഡി. ഏലീശുവ. ഉത്തരം എ. യോഹന്നാൻ. ചോദ്യം 12. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ എന്തു ചെയ്യുന്നു? എ. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നു, ബി. വ്യഭിചാരം ചെയ്യുന്നു, സി. മോശയുടെ കൽപ്പന ലംഘിക്കുന്നു, ഡി. പാപം ചെയ്യുന്നു. ഉത്തരം ബി. വ്യഭിചാരം ചെയ്യുന്നു. ചോദ്യം 13. ധനവാൻ ധരിച്ചിരുന്നതെന്ത്? എ. പട്ടുവസ്ത്രങ്ങൾ, ബി. മൃദുല വസ്ത്രങ്ങൾ, സി. ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും, ഡി.
പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും? ഉത്തരം സി. ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും. ചോദ്യം 14. ദരിദ്രനായ ലാസർ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ അവനെ സംവഹിച്ചത് എവിടേക്ക്? എ. സ്വർഗത്തിലേക്ക്. ബി. ദൈവത്തിൻ്റെ മടിയിലേക്ക്. സി. അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്. ഡി. യാക്കോബിൻ്റെ മടിയിലേക്ക്. ഉത്തരം സി. അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്. ചോദ്യം 15. ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ എന്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അബ്രാഹാം ധനവാനോട് പറഞ്ഞത്? എ. വലിയ കിടങ്ങ്. ബി. വലിയ ഗർത്തം. സി. അഗാധമായ കുഴി. ഡി. വലിയ കോട്ട. ഉത്തരം ബി. വലിയ ഗർത്തം. ചോദ്യം 16. ധനവാന്റെ പിതൃഭവനത്തിലുള്ളവർക്ക് സാക്ഷ്യത്തിനായി ആരുണ്ടല്ലോ എന്നാണ് അബ്രാഹാം പറഞ്ഞത്? എ. മോശയും പ്രവാചകന്മാരും. ബി. മോശ. സി. പ്രവാചകന്മാർ. ഡി. ഏലിയായും പ്രവാചകന്മാരും. ഉത്തരം എ. മോശയും പ്രവാചകന്മാരും. ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.